നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റബ്ബർ ന്യൂസ്. ഇപ്പോൾ മഴ സീസണും വീണ്ടും തുടങ്ങുകയാണ്. കാര്യം മിക്ക ആൾക്കാരും ടാപ്പിംഗ് തുടങ്ങിയിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ് മഴ കാരണം. സാധാരണ മെയ് അവസാനത്തോടും ജൂൺ ആദ്യത്തോടൊക്കെയാണ് ടാപ്പിംഗ് ചെയ്യാനായിട്ട് കവർ ഷെയ്ഡ് ഇടുന്നത്. കാര്യം പ്രതികൂല കാലാവസ്ഥയിൽ കവറിടാൻ പറ്റാത്ത സ്ഥിതിയായതുകൊണ്ട് ഇപ്പോൾ ടാപ്പിംഗ് പുനരാരംഭിക്കുവാൻ യഥാർത്ഥത്തിൽ കർഷകർക്ക് പറ്റുന്നില്ല. മിക്ക തോട്ടങ്ങളിലും അതാണ് പ്രശ്നം. ഉൽപ്പാദനം കുറഞ്ഞതിനനുസരിച്ച് വില വീണ്ടും കുറയുകയാണ് ചെയ്യുന്നത്. ഇന്നലെയൊക്കെ സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പുനലൂരിൻ്റെ വില നോക്കാം. RSS4 245, RSS5 240, ഒട്ടുപാൽ 135 രൂപ മുതൽ 140 രൂപയാണ്. അതേസമയം 18/5/2026 RSS4 257, RSS5 251, ഒട്ടുപാൽ 142 മുതൽ 153 രൂപയാണ് ആയിരിക്കും. ഏകദേശം 12 രൂപയുടെ കുറവാണ് RSS4ലും ഒക്കെ നടന്നത്. മിക്ക കർഷകർക്കും പരാതി കനത്ത മഴയിൽ വേനൽ ടാപ്പിംഗ് നിലച്ചിട്ടും റബ്ബർ വിലയിൽ ഉണർവില്ല. സാധാരണഗതിയിൽ ഉൽപ്പാദനം കുറയുമ്പോൾ വില കൂടേണ്ടതാണ്. ടയർ കമ്പനികളുടെ കയ്യിൽ ആവശ്യത്തിലധികം സ്റ്റോക്ക് ഉള്ളതാണ് വിലയെ സ്വാധീനിക്കാത്തതെന്ന് വ്യാപാരികൾ പറയുന്നു. നമ്മുടെ രാജ്യത്തെ റബ്ബർ വില പരിധി വിട്ട് കൂടാത്തതിന് കാരണം അനിയന്ത്രിതമായ ഇറക്കുമതി തന്നെയാണ്. പ്രകൃതിദത്ത റബ്ബറിൽ അസംസ്കൃത രാസവസ്തു ചേർത്ത് റബ്ബർ ഇന്ത്യയിലേക്ക് വൻതോതിൽ ഇറക്കുമതി നടത്തുന്നുണ്ട്. കോമ്പൗണ്ട് റബ്ബർ വരുന്നതിലേറെയും ആസിയാൻ രാജ്യങ്ങളിൽ നിന്നാണ്. സ്വതന്ത്ര വ്യാപാര കരാർ നിലവിലുള്ളതിനാൽ ആസിയാൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇത്തരം സംയുക്ത റബ്ബറിന് 5 മുതൽ 10% വരെ തീരുവ മാത്രമാണ് ഈടാക്കാൻ സാധിക്കുക. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രകൃതിദത്ത റബ്ബറിന് 25%-ഓ 30 രൂപയോ ആണ് ഇറക്കുമതി തീരുവ. ഈ ഇറക്കുമതിയിലൂടെ സാധാരണ റബ്ബർ കർഷകരുടെ നട്ടെല്ലൊടിച്ചിരിക്കുകയാണ്. ഇറക്കുമതി കൂട്ടി ആഭ്യന്തര വില ഇടിക്കുകയാണ് ടയർ കമ്പനികളുടെ തന്ത്രമെന്നാണ് മിക്ക റബ്ബർ കർഷകരുടെയും ആരോപണം. റബ്ബർ കർഷകർ ഈ റബ്ബർ കൃഷിയിൽ നിന്നും പലരെ പിന്തിരിക്കുകയാണ്. കാര്യം ശരിയായ രീതിയിലുള്ള റബ്ബർ തൊഴിലാളികളെ കിട്ടാത്തതുകൊണ്ടും അവർക്കും ഏറ്റവും വലിയ വിഷമത്തിലാണ്. കിട്ടിയാൽ തന്നെയും സമയാസമയങ്ങളിൽ ടാപ്പിംഗ് നടക്കുകയോ കൂലി അങ്ങനെയുള്ള പ്രശ്നങ്ങളും പലതുമുണ്ട് ഈ റബ്ബർ ടാപ്പിംഗ് മേഖലയിൽ. തലമുറ ഒട്ടും ഇത് താല്പര്യത്തോടെ മുന്നോട്ട് വരുന്നില്ല. അതിനും എല്ലാ പ്രതിസന്ധിയും അവസാനിക്കും. ഗവൺമെൻറ് 300 രൂപ താങ്ങുവില കൊടുക്കുമ്പോൾ കുറേ ആശ്വാസമാകും റബ്ബർ കർഷകർക്ക്. എപ്പോൾ കിട്ടുമെന്ന് കാത്തിരുന്ന് കാണാനേ പറ്റൂ. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി.